പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ജെറമിയ 23:29 കർത്താവ് ചോദിക്കുന്നു, കർത്താവിൻ്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയും അല്ലേ എന്ന്. പൂർവകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും നമ്മുടെ പിതാക്കന്മാരോട് ദൈവം സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ അവസാന നാളുകളിൽ ദൈവപുത്രനായ യേശു നമ്മോട് സംസാരിക്കുകയാണ്. മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. സ്വർഗരാജ്യം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നമ്മുടെ ഈ ലോകയാത്രയിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ളത്, സ്വർഗരാജ്യം പ്രാപിക്കാൻ ആവശ്യമുള്ളത് വിശുദ്ധിയാണ്. സുവിശേഷ ഭാഗ്യങ്ങൾ യേശു പഠിപ്പിക്കുമ്പോൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 8 യേശു പറയുന്നുണ്ട്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. നാം പലവിധ ആവശ്യങ്ങൾക്കായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്. നല്ല വീട് വേണം, വാഹനം വേണം, ഉയർന്ന ജോലി വേണം, സാമ്പത്തിക ഭദ്രത വേണം, മക്കളുടെ വിവാഹം നടക്കണം, അവർക്ക് മക്കളുണ്ടാകണം. ഇങ്ങനെ ഒത്തിരി ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി നാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ ഇവയെല്ലാം നമുക്ക് ആവശ്യമാണെന്ന് നമ്മുടെ പിതാവിന് അറിഞ്ഞുകൂടെ? നാം ദൈവരാജ്യവും ദൈവത്തിൻ്റെ നീതിയുമാണ് അന്വേഷിക്കേണ്ടത്. എന്താണ് ദൈവരാജ്യം? അത് ഭക്ഷണവും പാനീയവുമല്ല, സമാധാനവും സന്തോഷവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. ദൈവത്തിൻ്റെ നീതിയാണ് നാം ആദ്യം അന്വേഷിക്കേണ്ടത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 33 യേശു പറയുന്നുണ്ട്, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം നിങ്ങൾക്ക് എല്ലാം ലഭിക്കും. നാം ദൈവരാജ്യത്തെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടതും ദൈവരാജ്യത്തെക്കുറിച്ചാണ് പ്രത്യാശ വയ്ക്കേണ്ടതും. ഭക്ഷണവും പാനീയവും അല്ല ദൈവരാജ്യം, പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. എങ്ങനെ നമുക്ക് പരിശുദ്ധാത്മാവിനെ നേടിയെടുക്കാം? നമുക്ക് ഹൃദയശുദ്ധി വരുത്തിയാൽ, വചനം ഹൃദയത്തിൽ നിറച്ചാൽ പരിശുദ്ധാത്മാവിനെ നേടാൻ നമുക്ക് സാധിക്കും. നാം എപ്പോഴും വചനത്തെ വേണ്ട വിധത്തിൽ വിശ്വസിക്കാത്തത് കൊണ്ടാണ് നാം എപ്പോഴും ഉത്കണ്ഠാകുലരായി മാറുന്നത്. സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ച് തന്നവൻ അവനോടുകൂടെ സമസ്തവും നമുക്ക് നൽകാതിരിക്കുമോ? എന്താണ് നാം പ്രാർത്ഥിക്കേണ്ടത്? പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടിയും ഹൃദയവിശുദ്ധിക്ക് വേണ്ടിയുമാണ് നാം ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത്. നാം നിത്യവും ദേവാലയത്തിൽ പോകുന്നവരും ജപമാല ചൊല്ലുന്നവരും പ്രാർത്ഥിക്കുന്നവരും നേർച്ച കാഴ്ചകൾ നടത്തുന്നവരും ഒക്കെയാണ്. പക്ഷേ ഇതെല്ലാം വിശുദ്ധിയിലേക്ക് വളരാൻ നമ്മെ സഹായിക്കുമെങ്കിലും ഇതൊന്നും നാം വിശുദ്ധരായി എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തുന്നില്ല. നമുക്ക് ദൈവത്തെ കബളിപ്പിക്കാനും സാധിക്കില്ല. ഹൃദയശുദ്ധി ഇല്ലാത്തവർക്ക് ദൈവത്തെ കാണാൻ സാധിക്കില്ല, സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാനും സാധിക്കുകയില്ല. നമ്മുടെ ഹൃദയം കാണുന്ന കർത്താവ് പറയുകയാണ്, മനുഷ്യൻ്റെ ഹൃദയം മറ്റെന്തിനേക്കാളും കാപട്യമുള്ളതും ദുഷിച്ചതുമാണ്. നാം നമ്മുടെ ഹൃദയത്തെ കർത്താവിൻ്റെ വചനമനുസരിച്ച് പരിശോധിച്ച് തെറ്റുകൾ തിരുത്തുമ്പോഴാണ് നമുക്ക് വിശുദ്ധിയിലേക്ക് കടക്കാൻ സാധിക്കുന്നത്. ദൈവത്തിൻ്റെ വചനത്തിന് നമ്മെ വിശുദ്ധീകരിക്കാനായിട്ട് സാധിക്കും. ജെറമിയ 23:29 കർത്താവ് ചോദിക്കുന്നുണ്ടല്ലോ, എൻ്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയും അല്ലേ എന്ന്. നമ്മുടെ ഹൃദയം എത്ര കഠിനമായാലും അതിനെ തകർക്കാനായിട്ട് ദൈവത്തിൻ്റെ വചനങ്ങൾക്ക് കഴിയും. നാം എളിമയോടെ വിശ്വാസത്തോടെ വചനം സ്വീകരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. എബ്രായർ 4:12 പരിശുദ്ധാത്മാവ് പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, അത് ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും
വിവേചിക്കുന്നതുമാണ്. അപ്പം അതിനാൽ ദൈവത്തിൻ്റെ വചനം പാലിച്ചുകൊണ്ട് തിന്മകൾ ഉപേക്ഷിച്ചുകൊണ്ട് ജീവിത വിശുദ്ധി വരുത്തി വിശുദ്ധ കുർബാന സ്വീകരിച്ച് നമുക്കും വിശുദ്ധരാവാൻ സാധിക്കും. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.